ഇവിടെ ആരും ഇല്ലേ? പത്മ ചേച്ചി, പത്മ ചേച്ചി. അനന്തനോ? കേറി വാ. സാറില്ലേ ചേച്ചി ഇവിടെ? ചേട്ടൻ പുറത്തു വരെ പോയിരിക്കുക. സാറ് 2-3 പ്രാവശ്യം തിരക്ക് വീട്ടിൽ വന്നെന്ന് പറഞ്ഞു. നമ്മുടെ ജംഗ്ഷനിലെ കടയിലൊക്കെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. എന്താണ് ചേച്ചി കാര്യം? മോക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഞങ്ങള് ഗവൺമെന്റ് ജോലിയുള്ള ഒരു പയ്യനെയാ നോക്കുന്നത്. അതിന്റെ കാര്യം പറയാനാ ചേട്ടൻ വന്നത്. സാറത് അന്വേഷിച്ച് വന്നപ്പോഴേ എനിക്ക് തോന്നി. ദാണ്ടെ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അനന്തനെ കാണാൻ ഞാൻ വീട്ടിൽ വന്നിരുന്നു. ഞാൻ അറിഞ്ഞു സാർ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. വന്നത് വേറെന്തെങ്കിലും അല്ലെന്താ, മോളുടെ വിവാഹ കാര്യം ഒന്ന് പറയാനായിട്ടാ വന്നത്. സാർ അന്വേഷിച്ച് വന്നപ്പോഴേ എനിക്ക് തോന്നി. ജാതകപ്രകാരം ഇപ്പോഴാ അവളുടെ സമയം. 2 വർഷത്തിനുള്ളിൽ നടത്തിയില്ലെങ്കിൽ പിന്നെ 30 വയസ്സ് കഴിഞ്ഞേ നടത്താൻ പറ്റൂ. സർക്കാർ സർവീസിൽ ജോലിയുള്ള ഒരു പയ്യൻ വേണമെന്നാ ആഗ്രഹം. അറിയാലോ അനന്ത, നമ്മുടെ കുടുംബവും തറവാടും ഒക്കെ. അപ്പൊ അതനുസരിച്ചുള്ള ഒരു പയ്യനെ തന്നെ വേണം. സർക്കാർ ജോലിയുള്ള ഒരു പയ്യനെ തന്നെ വേണം. ഇപ്പോഴത്തെ കാലമാണ്. സർക്കാർ ജോലിക്ക് ഉപരി ഉയർന്ന വിദ്യാഭ്യാസമുള്ളതും സ്വഭാവദൂഷ്യങ്ങളൊന്നും ഇല്ലാത്തതുമായ പയ്യന്മാരെയാണ് നമുക്ക് ആവശ്യം. പിന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ പെൺമക്കളെ വിഷപ്പാമ്പുകളെ കൊണ്ട് കടിച്ചു കൊല്ലിപ്പിക്കുന്ന കാലമാണ്. അതെ അതെ, ആനന്ദം പറഞ്ഞത് 100% ശരിയാ. എന്തായാലും നമുക്ക് നോക്കാം സാറേ. സർക്കാർ ജോലി ഉള്ളതും സർക്കാർ ജോലി കിട്ടാൻ സാധ്യത ഉള്ളതുമായ പയ്യന്മാരെ നമുക്ക് കണ്ടുപിടിക്കാം. എന്തായാലും വേണ്ടില്ല അനന്ത, എത്രയും പെട്ടെന്ന് തന്നെ വേണം. ചേട്ടനാണെങ്കിൽ ഇപ്പൊ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക. എന്ത് പറ്റി സാറേ? എന്റെ ഈ കാൽമുട്ടിനൊരു സർജറി ഉണ്ടായി. ആണോ? 5-6 ലക്ഷം രൂപ ചെലവായി. അത് ശരി. അതുകൊണ്ടൊക്കെ തന്നെയാ പെട്ടെന്ന് മോളുടെ കല്യാണം അങ്ങ് നടത്താൻ തീരുമാനിച്ചത്. നമ്മളൊക്കെ പ്രായമായി വരില്ലേ. കൊച്ചിനെ കെട്ടിക്കാനിരിക്കുന്ന പൈസയ്ക്ക് എല്ലി എടുത്ത് ആശുപത്രി കൊടുക്കുന്നു. എന്തിനാ സാറേ ഇത്ര വലിയ ആശുപത്രിയിൽ കയറി ലക്ഷങ്ങൾ ചിലവഴിക്കുന്നത്? നമ്മുടെ നാട്ടിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ടല്ലോ. വിദഗ്ധ ഡോക്ടർമാരും വിദഗ്ധ ചികിത്സയും അവിടെ ലഭിക്കുന്നതാണ്. ഇതൊന്നും വലിയ പണച്ചെലവ് വരുന്ന കാര്യമല്ല. അവിടൊക്കെ വലിയ ആൾത്തിരക്കും ബുദ്ധിമുട്ടും ഇല്ല. എന്താ, നമുക്ക് പെട്ടെന്ന് കാണാനും വരാനും പറ്റുമോ? അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒരു ദിവസം പോയി കിട്ടും. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. അതൊന്നുമല്ല അനന്ത, ചേട്ടന് സർക്കാർ ആശുപത്രി പോകുന്ന ഇഷ്ടമല്ല. നല്ല ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞാലും ചേട്ടൻ വിളിച്ചാൽ വരത്തില്ല. എന്തിന്, ഇവിടുത്തെ റേഷൻ കടയിൽ പോലും ഒന്നും പോകത്തില്ല. പിള്ളേരെ തന്നെ പ്രൈവറ്റ് സ്കൂളിലും കോളേജിലുമാ പഠിപ്പിച്ചത്. എന്തായാലും ചേച്ചി, നമുക്കത് ശരിയാക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓ വേണ്ട ചേച്ചി, എനിക്ക് പോയിട്ട് ഇത്തിരി ധൃതിയുണ്ട്. ഞാൻ എന്തായാലും ഇറങ്ങാം. ശരി. പിന്നെ അണ്ണനോ? അളിയനോ? മോഹന, ആരാ പോയത്? അതെ, നമ്മുടെ ആവണിമൊക്കൊരു കല്യാണക്കാര്യം പറഞ്ഞിരുന്നു. അതിന്റെ കാര്യം സംസാരിക്കാനായിട്ട് വന്നതാ. അയാളാണെങ്കിൽ ഇപ്പൊ ജംഗ്ഷനിലൊരു മാരേജ് ബ്യൂറോ നടത്തുന്നുണ്ടല്ലോ. ഓഹോ, അപ്പൊ അവിടം വരെ എത്തി കാര്യങ്ങൾ. എന്നാലും മോഹന, പത്മേ, നിങ്ങൾ എന്നോട് ഈ പണി കാണിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ ഞാനും ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇക്കാര്യം ഞാനെങ്ങാണോ അറിയോ? അയ്യോ അണ്ണ, ഇപ്പൊ അതിനു വേണ്ടി ഒന്നും നടന്നിട്ടില്ല. അത് പിന്നെ നീ ഒന്നും പറയണ്ട. നമ്മുടെ ആവണി മോളെ ഏറ്റവും കൂടുതൽ എടുത്തോണ്ട് നടന്നത് ഈ ഞാനാ. അവളെ കാര്യം പോട്ടെ പത്മേ, ഞാൻ നിന്നെ എത്ര എടുത്തോണ്ട് നടന്നതാ. എത്ര കടല മിഠായും ഐസ് മിഠായും ഞാൻ നിനക്ക് മേടിച്ച് തന്നിട്ടില്ലേ? നിനക്ക് ഓർമ്മയില്ലേ? ഓർക്കത്തില്ല. നിന്റെ ഓരോ കാര്യത്തിനും അറിഞ്ഞു വരാൻ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അത് നീ ഓർത്തില്ലല്ലോ. ഓ എന്റെ അളിയാ, അതിനിവിടെ എന്ത് സംഭവിച്ചു? ആനന്ദനെ വിളിപ്പിച്ചു. ആവണി മോൾക്കൊരു ആലോചന കൊണ്ടുവരണമെന്ന് പറഞ്ഞു. വേറെ ആരുമായിട്ടൊരു കൂടിയാലോചന നടന്നിട്ടില്ല. അയ്യോ അണ്ണ, ഈ വിവരം പറയാൻ ഞങ്ങൾ അങ്ങോട്ട് വരാനിരുന്നത്. അപ്പോഴാണ് ഇങ്ങോട്ട് വന്നേ. എന്നാലും മോഹന, നിന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല. നിനക്കറിയാമോ, ഇവളെ ഞാൻ നിന്റെ കയ്യിലോട്ട് പിടിച്ചേൽപ്പിക്കുമ്പോൾ അന്ന് പിടഞ്ഞ എന്റെ ചങ്ക് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുക. അങ്ങനെ തന്നെ. എന്റെ അളിയ ഒന്ന് നിർത്ത്. ഈ വിവരം അളിയൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും അറിഞ്ഞിട്ടില്ല. ഇളയ അളിയന്മാരും ഇവളെ അനിയത്തി ഒന്നും അറിഞ്ഞിട്ടില്ല. ഇനി അളിയൻ തന്നെ വേണം മുന്നിൽ നിന്ന് എല്ലാം ഒന്ന് നടത്തി തരണ്ട. സമ്മതമല്ലേ അളിയ? എന്താ അളിയനൊന്നും മിണ്ടാത്ത?
അപ്പൊ സമ്മതമല്ലെന്നല്ലേ എളിയ അർത്ഥം? പോടും. അണ്ണന് അളിയ താല്പര്യം തന്നെ. എന്തോ അളിയ ഈ പറയുന്നത്? അളിയ എന്നെ അങ്ങനെയാണോ കരുതിയിരുന്നത്? ആവണി മോളുടെ അമ്മാവനായ ഞാനാണ് മൂത്തത്. പിന്നെ. അപ്പോൾ ഞാൻ തന്നെ മുന്നിൽ നിന്ന് നടത്തും. എന്നാ അളിയനകത്ത് വന്ന് കാപ്പിയൊക്കെ കുടിച്ച് വിശ്രമിച്ചിട്ട് പോവാം. വാ. വാ അണ്ണാ. പത്മേ, കാപ്പിയോട്. വാ. വിടടെ, ഞാൻ വരും. അളിയന്റെ ഒരു കാര്യം. അഭിലാഷേ, ആ അനന്തേട്ടാ, നാളെ നമുക്ക് പോണ്ടേ? എൻ്റെ പൊന്നനന്തേട്ടാ, ഈ പ്രായത്തിനിടയ്ക്ക് എത്ര പെണ്ണുകളും നടന്നതാ. എവിടെ ചെന്നാലും എല്ലാവർക്കും സർക്കാർ ദിവസം മതി. ഇനി ഓരോ വീട്ടിലും പോയി ചായയും കുടിച്ച് ലഡ്ഡുവും തിന്ന് ബലിയാടാവാൻ എനിക്ക് വയ്യ. നീ ഇങ്ങനെ നിരാശനാകണ്ട അഭിലാഷേ. വിവാഹവും ജോലിയൊക്കെ അതിന്റെ സമയമാകുമ്പോഴേ നടക്കും. നീ PSC പരീക്ഷ എഴുതി ലിസ്റ്റിലുള്ള ആളല്ലേ. പ്രതീക്ഷ കൈവിടാതെ തുടരുക. പിന്നെ ഈ വിവരങ്ങളെല്ലാം ഞാൻ പെണ്ണിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശരി, നമുക്ക് നാളെ അവിടെ വരെ ഒന്ന് പോകാം. വിവരങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വഴിക്കുവാ. ഈ പഞ്ചായത്തിലെ പെൺകുട്ടികളെ ആൺകുട്ടികളെ കെട്ടിച്ചു വിടാൻ വേണ്ടി പെടുന്ന പാട് ചില്ലറയൊന്നുമല്ല. വാ. ഗുഡ് മോർണിംഗ് സാർ. ഞങ്ങൾ നമസ്കാരം. വൈകില്ലല്ലോ. ഇല്ലില്ല. വാ വാ വാ. ഇരിക്ക്. ഡേയ്, അഭിലാഷ് അങ്ങോട്ടിരുന്നു. ഇരിക്ക്. ചേച്ചി, ഇതാണ് പയ്യൻ. പേരെന്താണെന്നാ പറഞ്ഞേ? അഭിലാഷ്. എന്തോരെ പഠിച്ചു? പോസ്റ്റ് ഗ്രാജുവേഷൻ. ഓ, MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് അഭിലാഷ്. ഞാൻ പഴയ 8ാം ക്ലാസ്സാ. മോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും സഹോദരിയെ കല്യാണം കഴിപ്പിച്ചയച്ചു. അഭിലാഷിന്റെ അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നെ കിഴക്കേപ്പാട്ട് തറവാടെന്ന് പറഞ്ഞാൽ വളരെ പേരുകെട്ട തറവാടാണ്. ഞാനും ഈ കേട്ടിട്ടുണ്ട്. കിഴക്കേപ്പാടം തറവാറെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂമംഗലം ജംഗ്ഷനിൽ കൃഷ്ണമേശ്വര വീടിന്റെ ഭാഗത്താണോ? അതങ്ങ് അക്കരെയാണ്. ഇത് ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകും. എന്റെ അളിയ, ഇടക്കുളങ്ങര ക്ഷേത്രത്തിന്റെ അടുത്ത് നിന്ന് വടക്കോട്ട് പോണം. ശരി. അവിടെ നമുക്ക് ആളുണ്ട്, പക്ഷെ കണ്ടെത്തണം. അളിയ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സാറേ, ഞാൻ തന്നെ ഗ്രഹനില സാറ് നോക്കിയായിരുന്നു. ജോത്സ്യനെ കാണിച്ചു. ഉത്തമൻ തന്നെ. എന്നാ പിന്നെ ഒന്നും ആലോചിക്കാനില്ല, നമുക്ക് പെൺകുട്ടിയെ വിളിക്കാം. മോളെ വിളിക്കും. മോളെ വാ. അങ്ങോട്ട് കൊടുക്ക് മോളെ. എടുക്കുക. കുടിക്ക്, ചായ കുടിക്ക്. പെൺകുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കുക അഭിലാഷ്. എന്താ പേര്? ആവണി. മോളെ, നീ ചെറുക്കൻ്റെ അടുത്ത് പേര് ചോദിച്ചില്ല. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ? എൻ്റെ പേര് അഭിലാഷ് എന്നാ. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കുക അഭിലാഷ്. വേണ്ട ഏട്ടാ, സംസാരിച്ചിട്ട് നടന്നില്ലെങ്കിൽ എന്തിനാ വെറുതെ. എന്നാ പിന്നെ സാരമില്ല. അല്ല, എന്താ രണ്ടുപേരും ഒരു കുശുകുശുപ്പ്? അല്ല സാറേ, അഭിലാഷ് പറയാണ് പെണ്ണിന്റെയും വീട്ടുകാരുടെ അഭിപ്രായം എന്താണെന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. പിന്നെ പയ്യന്റെ അഭിപ്രായം എന്താണെന്ന് ഞാൻ ഉടനെ അറിയിക്കാം. പിന്നെ ധൃതിയൊന്നും വേണ്ട, സമാധാനത്തിൽ മതി. ഇവിടെയും മോളോടൊക്കെ സംസാരിച്ചിട്ട് വിവരം അറിയിക്കാം. ഓക്കെ. അത് മതി. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങാം. ചായ കുടിച്ചില്ല. ധൃതി വേണ്ട എന്താ, ഇരുന്ന് കുടി. അനന്ത, ഒന്ന് നിന്നേ. അല്ല, പയ്യൻ എന്താ പണിയെന്ന് പറഞ്ഞില്ല? പയ്യന് കോൺട്രാക്ട് പണിയാണ്. ഈ കോൺട്രാക്ട് പണി എന്ന് പറഞ്ഞ ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ? പെയിന്റിങ്ങിന്റെ പണിയാ, അതിന്റെ കോൺട്രാക്റ്റാ കൂടുതലും. ഓഹോ. അനന്ത, ഒന്നിങ്ങ വന്നേ. അഭിലാഷേ, ഒന്ന് അങ്ങോട്ട് നിൽക്കണേ. എന്താ സാറേ? താൻ എന്തോ ആലോചന അടയി കൊണ്ടുവന്നത്? ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും പറ്റിയ ഒരു സംബന്ധമാണോ താൻ കൊണ്ടുവന്നത്? ഒരു പെയിന്റർ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത്രയും സ്വത്തും പകകളുള്ള ഒരു കുടുംബത്തിൽ താൻ ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവരാൻ തനിക്ക് എങ്ങനെ തോന്നിയിടോ? എന്റെ അളിയാ, എന്തിനാ കിടന്ന് ഇങ്ങനെ ബഹളം വയ്ക്കുന്നേ?
പെണ്ണിനെ കെട്ടിച്ചുവിട്ടിട്ടൊന്നുമില്ലല്ലോ. എന്തിനും ഏതിനും ഒരു സമാധാനമില്ലേ? എന്റെ സാറേ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. നിങ്ങളെപ്പോലെ സ്വത്ത് സമ്പാദ്യമുള്ള കുടുംബമാണ്. PSC പരീക്ഷ എഴുതി റാങ്കിൽ ഉൾപ്പെട്ടു എന്ന് കരുതി എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ദുശ്ശീലങ്ങളോ ദുസ്വഭാവങ്ങളോ ഒന്നുമില്ലാതെ വളരെ അച്ചടക്കത്തോടു കൂടി ജീവിച്ച പയ്യനാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. ആ അതെ, ഈ PSC റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടെന്ന് പറഞ്ഞ് എല്ലാവർക്കും ജോലി കിട്ടണമെന്നൊന്നുമില്ല, മനസ്സിലായോ? എൻ്റെ അളിയ, ഇത് വിട്ടേരാ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അല്ല പിന്നെ ഓരോ ഉടായ്പകളായിട്ട് ഇറങ്ങിയിരിക്കും. അനന്ത, കേട്ടിട്ടില്ലേ എല്ലാവരെയും അഭിപ്രായം? ഇനി ഞാനായിട്ടെന്ത് പറയാനാ? വേറൊന്നും വിചാരിക്കരുത്. ഒരു സർക്കാർ ജോലിയുള്ള പയ്യനെ കിട്ടുമെങ്കിൽ അത് നോക്ക്. എന്നാ ശരി സാറേ, ഓക്കെ ഓക്കെ, ഞാൻ നോക്കാം. അഭിലാഷ്, വേണ്ട വേണ്ട, നമുക്കേ ഒന്നും പറയണ്ട ഏട്ടാ. സർക്കാർ ജീവനക്കാരനെ മതിയെന്ന് പറഞ്ഞു കാണും. ഇതൊക്കെ ഊഹിക്കാന്നല്ലേ ഉള്ളൂ. വാ. വന്നതിൽ വിഷമമൊന്നുമില്ലല്ലോ. നമുക്ക് വേറെ നോക്കാം. എടാ, പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? ഓ, എന്താവാൻ, പഴയ പോലെ തന്നെ. ഓ, ഇപ്പം കൂലിപ്പണിക്കാരനെ നോക്കും സർക്കാർ ഉദ്യോഗസ്ഥനാണ് നോക്കുന്നത്. മുൻപൊക്കെ ഗൾഫുകാർക്കെങ്കിലും വെച്ച മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതുമില്ല. പെണ്ണ് കെട്ടില്ലെന്ന് വെച്ച് നമുക്കിപ്പോൾ ചാവാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യും, എവിടെന്നെങ്കിലും നല്ല പെമ്പിള്ളാറുണ്ടെങ്കിൽ വിളിച്ചിറങ്ങിക്കൊണ്ട് വാ. അതാ നിനക്ക് നല്ലത്. എടാ, അതൊന്നും അല്ല ട്രെൻഡ്. ഇഷ്ടമുള്ള പെണ്ണിനെ വളച്ചെടുത്തുകൊണ്ട് വരണം. കല്യാണവും കഴിക്കണ്ട, സ്ത്രീധനവും വാങ്ങിക്കണ്ട. കുറേ കാലം ഒരുമിച്ച് ജീവിച്ച് മടുക്കുമ്പോൾ രണ്ടുപേർക്കും രണ്ട് വഴി കൂടെ പോവാം. ഡിവോഴ്സും വേണ്ട, കോടതിയും വേണ്ട. അതിനെയാണ് ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്. ചേട്ടാ, ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പെണ്ണിനെ വിളിച്ചോണ്ട് ലിവിൻ ടുഗദറാക്കിയാണ്. ഇതിപ്പം വേലി കിടന്ന പാമ്പിൻ്റെ അടുത്ത് തോളത്ത് വെച്ച് കണക്കാക്കി. കൊള്ളാം. തൽക്കാലമേ ഒതുക്ക്, നമുക്ക് ഊണ് കഴിക്കാൻ പോവാം. മൂർത്തി ചേട്ടാ, ഊണ് കഴിക്കാൻ പോവാം. വാ. ഏതാടാ പെണ്ണ്? കൂടെ കൂടെ നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ലേ? എന്തായാലും മോരിജം വെച്ച് നോക്കുന്നതായിരിക്കും. സമ്മതിച്ചു. അവണി, നീ ഇവിടെ വന്ന് കിടന്ന് സ്വപ്നം കാണുവാന്നോ? ദേ, നേരെ സന്ധ്യയായി. വിളക്ക് എത്തിക്കണമെന്ന് എന്തെങ്കിലും ചിന്തയുണ്ടോ? പെണ്ണ് കൊള്ളാല്ലേ? ചേട്ടാ, ഒന്നിങ്ങ വരുമോ? എന്താ? ചേട്ടൻ എന്നെ മനസ്സിലായോ? മനസ്സിലായല്ലോ. അന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടല്ല. അത് ചേട്ടനെ ഒരുപാട് വിഷമിപ്പിച്ചെന്ന് എനിക്കറിയാം. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? അതിന് കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവിടെ നടന്നതൊന്നും എൻ്റെ അറിവോടല്ല. എൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നതിന് മുന്നേ മാവനാണതെല്ലാം കുളവാക്കിയത്.
സർക്കാർ ജോലി ഇല്ലാത്തതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. എനിക്കെപ്പോഴും ചേട്ടനെ ഇഷ്ടമാണ്. എൻ്റെ കുട്ടി, അങ്ങനെയൊന്നും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത്. എന്ത് വാത്സല്യത്തോടെയും സ്നേഹത്തോടെ ആയിരിക്കും അച്ഛനും അമ്മയും കുട്ടിയെ വളർത്തിയത്. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ? കുട്ടിയുടെ നല്ല ഭാവിയെ ഓർത്തിട്ടാണ് അവരങ്ങനെയൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ അവർ പറയുന്നത് ശരിയല്ലേ? സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ജീവിതാവസാനം വരെ ഒന്നും പേടിക്കണ്ട, ലൈഫ് ലോങ് ഗ്യാരണ്ടിയാണ്. കുട്ടി അച്ഛനമ്മമാർ പറയുന്നതായിട്ട് നല്ല കുട്ടിയെ ജീവിക്കാൻ. അന്ന് നടന്നതിൽ ഒരു സങ്കടവും പരിവവും എനിക്കില്ല. സ്വത്തും സമ്പത്തുമുള്ള വലിയ വീട്ടിലെ കുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുപോയെന്ന പേരുദോഷം കൂടി കേൾപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ കുട്ടിക്കെല്ലാം നല്ലതേ വരും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോട്ടെ. ചേട്ടാ, ഒന്ന് നിൽക്കാവോ? എൻ്റെ വീട്ടുകാരുടെ സമ്മതം വേണ്ട, ചേട്ടൻ്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ എന്നെ വിവാഹം ചെയ്തോടെ? രണ്ടും ഒന്ന് തന്നെയല്ലേ കുട്ടി? ആ അനന്തനോ? എന്താ മോഹൻ സാറേ വില്ലായ്പീസിലൊക്കെ വരേണ്ടി വന്നു. മോളുടെ കല്യാണോ? ആ നല്ല കാര്യമാണല്ലോ. എവിടെയാണ് പയ്യൻ? കൊട്ടാരക്കരയില. ജോലിയുള്ള പയ്യനാ. ആഹാ, പയ്യൻ റവന്യൂ ഓഫീസിലെ പിയൂണ്. പിയൂണാണെങ്കിലും സർക്കാർ ജോലിയാണല്ലോ. ആ എൻ്റെ അനന്ത, ആ സർക്കാർ ഉദ്യോഗസ്ഥനെ നോക്കി നോക്കി വർഷം രണ്ടങ്ങ് പോയി. ഉം. അവസാനം പിയൂണാണെങ്കിൽ പിയൂൺ മതിയെന്ന് ഞാനങ്ങ് വിചാരിച്ചു. ഓ 50 പവന്റെ സ്വർണവും ബലാനോ കാറും വേണമെന്നാ നിർബന്ധം. പിന്നെ 50 സെന്റ് വീടും സ്ഥലവും. കല്യാണത്തിന് മുമ്പ് രണ്ടുപേരുടെയും പേരിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞു. എഴുതി വെച്ചു. ഇനി അത് പോക്കുവരവ് ചെയ്ത് പേരിക്കൂട്ടി കരമടയ്ക്കുന്നതിന്റെ കാര്യത്തിനാ 2 ദിവസമായിട്ടാ ഞാൻ വരുന്നത്. പഴയ വില്ലേജ് ഓഫീസർ മാറി പുതിയ ആള് വന്നെന്നറിഞ്ഞു. ഞാനൊന്ന് കണ്ടിട്ട് ഇറങ്ങി വരാം. പുതിയ ഓഫീസർ നല്ല മനുഷ്യനാ. സാറ് കാണേണ്ട ആളാ. കേറിയിട്ട് പോയാ എന്തായാലും. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ കയറുക സാറേ. നമസ്കാരം. ആ ഇരിക്കുക സാറേ. താങ്ക് യു സാർ. എന്താ സാറേ കാര്യം? എൻ്റെ വസ്തു മകളുടെയും മരുമകൻ്റെയും പേരിലാക്കി രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി പോക്കുവരവ് ചെയ്ത് പേരിക്കൂട്ടി കരമടയ്ക്കാൻ അപേക്ഷ കൊടുത്തില്ല. പഴയ ഓഫീസർ മാറിപ്പോയതുകൊണ്ട് നടന്നില്ല. അതെന്താ? ഇപ്പം ശരിയായി തരാം. നന്ദോ, എന്താ സാറേ? സാറിൻ്റെ ഫയലിംഗ് എടുത്ത്. ആ സാർ ആ സെക്ഷനിൽ കൊടുത്താൽ മതി. താങ്ക് യു സാർ. വന്നപ്പോഴേ ഒന്ന് ചോദിക്കണമെന്ന് വെച്ചതാ. എന്താ സാറേ? എവിടെയോ കണ്ടു മറന്നതുപോലെ. സാർ എന്നെ മറന്നു. ഞാൻ അനന്തേട്ടനുമായി സാറിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് പെയിൻറ്റിങ്ങിൻ്റെ പണിയായിരുന്നു. ഇപ്പം മനസ്സിലായോ? മകളുടെ കല്യാണം കഴിഞ്ഞോ? അടുത്ത മാസം 14-ാം തീയതി. പയ്യൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കും അല്ലേ? അതെ. സാറിൻ്റെ കല്യാണം? എൻ്റെ കല്യാണം കഴിഞ്ഞു. ഓ, സർക്കാർ ജോലി കിട്ടുന്നതിന് മുൻപ് തന്നെയായിരുന്നു കല്യാണം. പേടിക്കണ്ട സാറേ. അന്നുണ്ടായ കാര്യത്തിലൊന്നും എനിക്കാരോടും ദേഷ്യവും പരിഭവവും ഒന്നുമില്ല. ഞാൻ ചിലപ്പോഴെങ്കിലും നമ്മുടെ രക്ഷിതാക്കളെ കുറിച്ച് ആലോചിക്കാറുണ്ട്. ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കും അവളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടം. സ്വത്തും സമ്പാദ്യവും സ്വർണവും ഒക്കെ കൂട്ടിവെച്ച് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ അച്ഛനമ്മമാർ കാത്തിരിക്കും. കല്യാണപ്രായമായ മകളെ സർക്കാർ ഉദ്യോഗസ്ഥനായ നല്ലൊരു വരനെ കൈപിടിച്ചേൽപ്പിക്കുവാൻ അന്നുവരെ അവർ സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ അവൾക്കായി സമർപ്പിക്കാൻ.
പിന്നീടുള്ള ജീവിതത്തിൽ ചിലർ വിജയിക്കും, ചിലർ പരാജയപ്പെടും. ഗാർഹിക പീഡനം, വിവാഹമോചനം, ആത്മഹത്യ, കൊലപാതകം, കോടതി കേസ്, അവരുടെ ജീവിതത്തിന് നല്ലൊരു ഭാഗം ഹോമിക്കപ്പെടുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഞാൻ പറഞ്ഞു വന്നത് ഒട്ടുമിക്ക രക്ഷിതാക്കളുടെയും കാര്യമാണ്. സ്ത്രീധനത്തോടുള്ള ആർത്തി കൂടി വരുന്നവരെക്കാൾ അപകടമാണ് റെക്കോർഡ് സ്ത്രീധനം കൊടുത്ത് പെൺമക്കളെ കെട്ടിച്ചു വിടുന്നത് അഭിമാനമായി കാണുന്ന രക്ഷിതാക്കൾ. ശരിയാ. നമ്മൾ ചില കാര്യങ്ങൾ വാശി പിടിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും കുറച്ചൊക്കെ സംശുദ്ധിയും സത്യസന്ധതയും നിലനിർത്തണം. മക്കളെ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കുന്നത് നാണക്കേട്, സർക്കാർ ആശുപത്രിയിൽ പോകുന്നത് നാണക്കേട്, എന്തിന് റേഷൻ കടയിൽ പോകാൻ തന്നെ നാണക്കേട്. പക്ഷെ പെൺമക്കളെ കെട്ടാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ വേണം എന്ന് വാശി പിടിക്കുന്ന മനുഷ്യരെയാണ് ഇനി മനസ്സിലാവാത്തത്. ചിലരുടെ ശരികൾക്ക് മുന്നിൽ നമ്മൾ പരാജയപ്പെടും, അപമാനിതരാവും, എല്ലാം ഉപേക്ഷിച്ച് പിൻവാങ്ങേണ്ടതായും വരും. പക്ഷെ നേരായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് തടസ്സവും ദുർഘടവും നേരിട്ടേക്കും, കാലതാമസവും വന്നേക്കും. അതിനെ അതിജീവിച്ച് മുന്നേറുന്നവർക്ക് വലിയ ശരിയെന്ന ലക്ഷ്യത്തിലെത്തി ജീവിത വിജയം നേടാൻ കഴിയുമെന്ന് ഉറപ്പാണ് സാറേ. സർക്കാർ ജോലി കഴിഞ്ഞുള്ള അവധി ദിവസം ഉണ്ടെങ്കിൽ ഇനിയും ഞാൻ പോകും സാറേ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക്. പെയിൻറ്റിൻ്റെ മാത്രമല്ല, ഏത് പണിക്കും. സർക്കാർ ജോലി പോലെ തന്നെ അഭിമാനമായി തന്നെയാണ് സാറേ ഏത് ജോലിയും ഞാൻ കാണുന്നത്. എന്നെക്കുറിച്ച് ആരൊക്കെ എന്ത് വിചാരിച്ചാലും എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്കെൻ്റെ കുടുംബവും ജീവിതവും നേരെ നോക്കിയാൽ മതി. കോർപ്പറേറ്റ് മുതലാളിമാരും ശതകോടീശ്വരന്മാരുമുള്ള ഈ നാട്ടിൽ ഞാൻ സന്തോഷത്തോടെയാണ് സാർ ജീവിക്കുന്നത്, നേരത്തെയും ഇപ്പോഴും. എന്നാ ശരി സാറേ, വീണ്ടും കാണാം. തീർച്ചയായും.